ശ്രീ എ കെ അണ്ടരാജ, ശ്രീ സന്തോഷ് കുമാർ പറഞ്ഞതുപോലെ CJP ഈ വിഷയത്തെ, നീറ്റ് വിഷയത്തെ അവരുടെ ഒരു അജണ്ടയായി എടുക്കുകയും അവരതിൽ പോരാടുകയും അവരതിൽ വിജയം കൈവരിക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് തെരുവിൽ നേരിടേണ്ടി വന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള പോലീസ് അതിക്രമം തന്നെയാണ്. അത് സ്ത്രീകളോടോ പുരുഷന്മാരോടോ എന്ന് വ്യത്യാസമില്ലാത്ത തരത്തിൽ ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചാണ് ദില്ലി പോലീസ് അവരെ നേരിടുകയും ചെയ്തത്. സ്വാഭാവികമായും നോക്കൂ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം കയ്യേറ്റം ചെയ്യാൻ ദില്ലി പോലീസ് ഒരുമ്പെടണമെങ്കിൽ കൃത്യമായ സന്ദേശവും നിർദ്ദേശവും അവർക്ക് ഉന്നതങ്ങളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാകും. CJPക്ക് ആ വിഷയങ്ങളിൽ നിലവിൽ അഭിപ്രായമില്ല. അവരുന്നയിച്ച ആവശ്യം അംഗീകരിക്കപ്പെട്ടു, അവർ പിരിഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ അവരടക്കമുള്ള ആളുകൾ ദില്ലിയുടെ തെരുവിൽ നേരിടേണ്ടി വന്ന ഈ പോലീസിന്റെ നരനായാട്ട എന്ന് പറയുന്നത് പൊതുസമൂഹം കണ്ടുകൊണ്ട് നിന്നാണ്. സ്വാഭാവികമായും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക്, CPM കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊരു വിഷയം തന്നെയാണ്, അവർ പാർലമെന്റിൽ ഉന്നയിക്കും എന്നതു തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ദില്ലി പോലീസ് സമരക്കാരെ നേരിട്ടത് എന്ന ചോദ്യം ബാക്കിയില്ലേ? അല്ല, അതിൻ്റെ ഉത്തരം ഏതാണ്ട് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ. കാരണം CJPക്കാർക്ക് അതിൽ പരാതിയില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ CJPക്കാർ ഈ കാര്യങ്ങൾ അവസാനിപ്പിച്ചു. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് ഈ പറഞ്ഞ പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് അവിടെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ജന്തർ മന്ദറിൽ മാത്രമല്ലല്ലോ സമരം നടന്നത്, പാർലമെൻറ്റിലേക്ക് ഉണ്ടായി, അതുപോലെ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കുണ്ടായി. അപ്പോൾ ഡൽഹിയിലെ സാഹചര്യം നമുക്കറിയാം, അവിടെ പല പ്രശ്നങ്ങളുള്ളതാണ്. പലതരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഭരണസിരാ കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓരോ ഘട്ടത്തിൽ പോലീസിന് ഓരോരോ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിനകത്ത് അക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ആശാസ്യമല്ല. എന്ന് മാത്രമല്ല, പോലീസിനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, തിരിച്ചു ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു, പോലീസിൻ്റെ വേഷം ധരിച്ചെത്തിയവർ അവരെങ്ങനെയാണ് പോലീസുകാരാണെന്ന് നമ്മൾ പറയാം. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്ന് പറയുന്നത് ന്യായമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം അക്രമ സംഭവങ്ങൾ പേരെന്താണ് എന്ന് ചില മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് പറയാൻ ഇല്ല. എന്തുകൊണ്ടാണ് സർ നെയിം ബോർഡ് ധരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല. മാത്രമല്ല മഫ്തിയിൽ, പക്ഷെ പോലീസിന്റെ കയ്യിലുള്ള എല്ലാ മർദ്ദക ഉപകരണങ്ങളും അവരുടെ കയ്യിലുണ്ട്. ലാത്തിയുണ്ട്, അവർക്ക് ഹെൽമെറ്റ് ഉണ്ട്, പോലീസിന്റെ ഷീൽഡ് ഉണ്ട്. പക്ഷേ സാധാരണക്കാരുടെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു സമരക്കാരെ നേരിടാൻ വേണ്ടി സാധാരണ വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് എത്താൻ കഴിയുന്നത് എന്ന ചോദ്യത്തിന് നമുക്കുത്തരമില്ല. അങ്ങേക്കുണ്ടെങ്കിൽ പറയൂ. അല്ല, അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ. പോലീസ് ആണെങ്കിൽ പോലീസിന്റെ യൂണിഫോമിലാണല്ലോ വേണ്ടത്. അങ്ങനെ അല്ലാത്ത അന്വേഷിക്കണം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് അന്വേഷിക്കാതെ നമ്മൾ അതിനകത്തേക്ക് ഒരു മുൻവിധിയിലേക്ക് പോകേണ്ട കാര്യം ഇപ്പോൾ ഇല്ലാന്നേ ഉള്ളൂ. അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമല്ല, ഇതുവരെ നടന്ന പ്രക്രിയകളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിലേക്ക് വരെ എത്തിയത് ഒരു തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അതിന് മുന്നേ കുറേ കാര്യങ്ങൾ നടന്നല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, ഇപ്പോൾ നീറ്റ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് റീടെസ്റ്റ് നടത്തി. ഏറ്റവും ആദ്യം ചെയ്തത് അതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ NTA ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു. അപ്പോൾ അതിനകത്ത് നടപടി ഉണ്ടായി. അതുപോലെ തന്നെ ചോദ്യം ചോർന്നവർക്കെതിരെ നടപടി ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പം അതിനകത്തൊരു എന്താ പറയുക, ഒരു മൈൽ സ്റ്റോൺ സമരം അവസാനിപ്പിച്ചു. അപ്പോൾ അത് എന്തുകൊണ്ട് ആക്രമിച്ചവർക്ക് അക്രമം ഇല്ലാതെ ആവുന്നില്ലല്ലോ. അവർക്കുണ്ടായ പരിക്ക് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ആക്രമണം ആരിൽ നിന്നുണ്ടായി, എവിടെ നിന്നുണ്ടായി, എങ്ങനെയുണ്ടായി, അപ്പോൾ പോലീസ് സമരക്കാരടിച്ചപ്പോൾ സമരക്കാർ പ്രതികരിച്ചപ്പോഴാണോ പോലീസിന് മർദ്ദനമേറ്റത്, തിരിച്ചാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ ഈ ചർച്ചയാവണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയിരുന്നു. അപ്പോൾ ഞാൻ കണ്ട വേറൊരു കാഴ്ച കൂടെ ഞാനോട് പങ്കുവെക്കാം. അതായത് അവിടെയൊക്കെ പല സ്ഥലത്തും ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാരിക്കേഡ് നമുക്ക് പോകുന്നവർക്ക് ചില ഭാഗങ്ങൾ റഷ് വരും, മറ്റു ഭാഗങ്ങൾ തുറന്നു കൊടുക്കുന്നുണ്ട്. ആ തുറന്നു കൊടുക്കുന്നത് സമരക്കാർ തന്നെയാണ്. ഞങ്ങളൊക്കെ പോയപ്പോൾ ഒരു തവണ തുറന്നു തന്നു. അപ്പോൾ പോലീസുകാർ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോലീസുകാരും സമരക്കാരും ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സാഹചര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഈ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ വെച്ചാൽ ഉണ്ടാകാൻ പാടില്ല താനും. പക്ഷേ അതിന് ആരാണ് ശരിയായ ഉത്തരവാദി എന്നുള്ളതിലേക്ക് ആണ് കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്. അല്ലാണ്ട് അത് ആരെങ്കിലും ഒരാളെ പിൻ പോയിന്റ് ചെയ്തിട്ട് ഇന്നയാളാണ്, അല്ലെങ്കിൽ ഇന്ന സംവിധാനമാണ്, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുൻവിധിയോടെ സമീപിക്കുന്നത് ശരിയല്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ CJPക്കാർ ഈ ആവശ്യം ശക്തമായിട്ട് ഉന്നയിക്കുന്നില്ല എന്നുള്ളതിൽ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക്, ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് CJPക്കാർക്ക് തല്ലുകൊണ്ടിട്ടല്ലോ അവർ ആ സമരത്തിന് പോയത്. അവരൊരു സോഷ്യൽ കോസ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. മറ്റുള്ളവരുടെ നഷ്ടം, പേരും രൂപവും മുഖവും ഒന്നും അറിയാത്ത, എവിടുത്തുകാരാണ് എന്നതുപോലും അറിയാത്ത കുറെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അവരുടെ മാതാപിതാക്കളുടെയും വേദന കണ്ടുകൊണ്ടാണ് അവർ ആ സമരത്തിന് പോയത്. സ്വാഭാവികമായും അവർക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ നന്ദി കെട്ടവരായി പോകില്ലേ സർ? ആര് പറഞ്ഞു ഉത്തരവാദിത്തമില്ല? ഞാൻ നന്ദി കെട്ടത് പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞോ? അല്ല, അവർക്ക് പരാതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മളൊക്കെ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്താണ്? കേട്ടില്ല. അവർക്ക് പരാതി ഇല്ലല്ലോ എന്ന് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പൊതുസമൂഹം ചോദിക്കേണ്ടതില്ലേ എന്ന്.
അതൊരു പ്രധാന ഘടകമല്ലേ മാധു? അതൊരു പ്രധാന ഘടകമല്ലേ? ഇപ്പൊ എനിക്കാണ് അടി കിട്ടിയതെന്ന് പറഞ്ഞു നോക്കാം, ഞാൻ പരാതിപ്പെടുന്നില്ല പറഞ്ഞാൽ അതൊരു വലിയൊരു ഘടകമല്ലേ? അത് നിയമ സംവിധാനത്തിന് വലിയൊരു പ്രധാന ഘടകമല്ലേ? അത് അല്ല, ഈ പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോകണം. അവരുടെ പേഴ്സണൽ വേദനകളെക്കാൾ ഉപരി അവർ ഉയർത്തിപ്പിടിച്ച ആവശ്യമായിരുന്നു പ്രധാനം. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ ഈ സാധാരണ രാഷ്ട്രീയ പാർട്ടികളെ പോലെ അല്ല, അവരത് പിരിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ അവർക്ക് നേരിടേണ്ടി വന്നത് എന്താണെന്ന് തെരുവിൽ കണ്ടവരാണ്, നമ്മൾ ലൈവായി കണ്ടവരാണ്. പറയേണ്ടത് അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ അവരാണ് പറയേണ്ടതെങ്കിൽ അവർക്ക് നേരിടേണ്ടി വന്ന എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിലല്ല അവർ തെരുവിലേക്ക് വന്നത്. സ്വാഭാവികമായും അവർക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് ആശങ്കയുണ്ടാകും. അതുണ്ടായിക്കോട്ടെ, ഉണ്ടാവണമല്ലോ. ഞാനും പറഞ്ഞല്ലോ, അത് അന്വേഷണം നടക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ അവരാണ്. അവർക്ക് പരാതിയില്ല എന്നുള്ളത് വളരെ ഗൗരവമേറിയൊരു വിഷയമാണ് എന്നാണ്. അത് ഗൗരവമേറിയതല്ല എന്ന് മാധു പറഞ്ഞതിനോട് യോജിക്കാൻ ഞാൻ തയ്യാറല്ല. മറിച്ച് ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ എന്ന് വെച്ചാൽ അന്വേഷണം നടക്കണം എന്ന് മാത്രമല്ല, ആരെങ്കിലും മുൻവിധിയോടെ കൂടെ പഴിചാരാം, അത് കേന്ദ്ര സർക്കാരിനെതിരെ ആക്കാം, അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ ആക്കാം എന്നുള്ളതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മറ്റേ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു തുടർ പ്രക്രിയയാണ് എന്ന് പറഞ്ഞ പോലെ കുറേ ദിവസം നടന്ന സമരങ്ങളിൽ ചില ദിവസങ്ങളിൽ ഇതിന് സംഘർഷം ഉണ്ടായിട്ടുണ്ട്. സമരത്തിൽ ഏകപക്ഷീയമായി ഡൽഹി പോലീസ് അതിക്രമം കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സമരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. സമരക്കാരും പോലീസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏകപക്ഷീയമായിട്ട് ഡൽഹി പോലീസ് മാത്രം ഏകപക്ഷീയമായ ഒരു ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആരാണതിൽ ഉത്തരവാദി? ഏകപക്ഷീയമായി ആക്രമിക്കുന്നതിന് എത്രയോ ദൃശ്യങ്ങൾ അങ്ങടക്കം കണ്ടിട്ടില്ലേ? അല്ലല്ല, തിരിച്ചുണ്ട് മാധു, തിരിച്ചുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. എന്ന് മാത്രമല്ല, സമരക്കാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട, കാരണം വെച്ചാൽ അതൊക്കെ അത് കഴിഞ്ഞു. എന്ന് മാത്രമല്ല, നേരത്തെ ഇവിടെ ആരോ ചർച്ചയിൽ സൂചിപ്പിച്ചു, അതൊരു രാഷ്ട്രീയ പാർട്ടി ഒന്നും സംഘടിപ്പിച്ചതല്ല, ഒരു മൂവ്മെന്റ് ആണ്. അതിൽ കൂടുതൽ യുവാക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഉദ്ദേശശുദ്ധിയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നല്ലതല്ല എന്നാണ് ഞാൻ പറയുന്നത്. ആരെ ആക്രമിച്ചാലും ശരിയാണെന്നല്ല, അത് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആരെയെങ്കിലും ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ആയുധമാക്കിയിട്ട് ഇതിന് ഉപയോഗിക്കരുത്. അപ്പോൾ അതിന്റെ യഥാവിധി അന്വേഷണം നടക്കട്ടെ, അന്വേഷണ സംവിധാനത്തിലൂടെ പോകട്ടെ. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായല്ലോ, അത് കൂടുതൽ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിലെ സമയമാണല്ലോ ഇനിയുള്ളത്. അത്രമേൽ പ്രകോപനപരമായിട്ടാണ് എവിടെയോ നിന്നൊരു പെൺകുട്ടിയെ തേടി പിടിച്ചുപോയി കവിളടക്കം അടിച്ചു പൊട്ടിക്കുന്ന കാഴ്ച കണ്ടാൽ ആർക്കാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാതിരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. മുഖം രക്ഷിക്കുക എന്നത് നിർബന്ധമാണല്ലോ. അല്ല, അതെന്തായാലും അതിലെന്താ ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോൾ എവിടെയായാലും ഒരു ഉദ്യോഗസ്ഥന്, പോലീസ് ഉദ്യോഗസ്ഥ ചിലപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു സംസ്ഥാനത്തോ ആകട്ടെ, അവിടെ ഇങ്ങനെ ചെയ്താൽ എന്താ ചെയ്യുക? നടപടി എടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അത് നടപടി എടുത്തു, സസ്പെൻഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ കൊടുത്തു. ഇനിയിപ്പം ബാക്കിയുള്ളവർക്ക് സസ്പെൻഷൻ വരുന്നത് ചിലപ്പോൾ വരുമായിരിക്കും. അത് എന്താണോ ആ സംവിധാനത്തിന്റെ രീതി അനുസരിച്ച് മുന്നോട്ട് പോകും. Debate with Madhu Saji.